സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വയനാട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മഴക്കെടുതികളിൽ ഇന്ന് 4 പേർക്ക് ജീവൻ നഷ്ടമായി. മലയോര മേഖലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുഴകൾ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതോടെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 134.30 അടിയായി ഉയർന്നു. വയനാട് മുണ്ടക്കൈ ബെയിലി പാലം അടച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം, വയനാട് ജില്ലകളിലും നിലമ്പൂർ താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. പ്രതികരണം: മഴ വരുന്ന 2 ദിവസങ്ങളിൽ കൂടി നല്ലതുപോലെ പെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള വലിയ ശ്രദ്ധ ആവശ്യമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. മൂന്നാർ, മുല്ലപ്പെരിയാർ മേഖലയിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും ഇപ്പോൾ കാണുന്നുണ്ട്. കേരളത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് 31 ക്യാമ്പുകളാണ് ഈ ദിവസങ്ങളിലായി. സുനോജ് തോമസും ഗോപാൽ ശിലാസനലും ലേബി സജിതനും ചേരുന്നുണ്ട് 3 മേഖലകളിൽ നിന്നായി. ആദ്യം സുനോജ് തോമസിലേക്ക്. സുനോജ് തോമസ്, ഇന്നെങ്ങനെ പൊതുവെ വടക്കൻ കേരളത്തിലെ മഴ എങ്ങനെയായിരുന്നു? ഇപ്പോഴും മഴയുണ്ടോ? അരുൺകുമാർ, നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴയില്ല. പക്ഷേ മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അവിടെ മഴയുണ്ട്. ഈ 2 ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, അതായത് കഴിഞ്ഞ രാത്രി മുതൽ അതിതീവ്ര മഴ ലഭിച്ച 2 ജില്ലകളാണ്. ഈ ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ബാക്കിയുള്ള വടക്കൻ കേരളത്തിൽ നാളെ യെല്ലോ അലർട്ടാണ്. മഴയുടെ ശക്തി കുറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പെയ്ത മഴയിൽ വടക്കൻ കേരളത്തിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാലിയാറും ഭാരതപ്പുഴയൊക്കെ തന്നെ വലിയ രീതിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി കോഴിക്കോട് ജില്ലയിൽ മഴയില്ലെങ്കിൽ തന്നെ മലപ്പുറം, നിലമ്പൂർ താലൂക്കിലും വയനാട്, മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ മേഖലയിലൊക്കെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ചാലിയാറിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ മാവൂർ പഞ്ചായത്തിലെ കീച്ചേരി കുന്നിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. 4 കുടുംബങ്ങളെ ബന്ധുവീടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. വയനാട്ടിലും 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നാളെ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. അതുകൊണ്ട് പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കക്കയം ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഇന്ന് അരയടി ഉയർത്തിയിട്ടുണ്ട്. വയനാട്ടിൽ മഴ തുടർന്നു കഴിഞ്ഞാൽ നീരൊഴുക്ക് വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും കക്കയം ഡാമിൻ്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ സ്പിൽബേ ഷട്ടറുകളും നാളെ തുറക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വടക്കൻ കേരളത്തിൽ മാത്രം 3 മരണങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ കള്ള് ചെത്താൻ കയറിയ തൊഴിലാളി ഇടിമിന്നലേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ രക്ഷിക്കുന്നതിനിടയിൽ സുഹൃത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മലപ്പുറം കരുവാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലും ഒരു യുവാവ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം നിലമ്പൂർ മേഖലയിൽ വലിയ രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. അരുൺകുമാർ.